വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മൂന്നാറ് വന്നിരിക്കുകയാണ്. എൻ്റെ ചേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് രണ്ടാമത്തെ ഫെബ്രുവരി 16. സോ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാറിലേക്കാണ് വന്നത്. അപ്പൊ മൂന്നാറിലെ വിശേഷങ്ങളൊക്കെയാണ്. അതിനു മുമ്പ് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓടിപ്പോയി ഒന്ന് കണ്ടിട്ട് വായോ. അങ്ങനെ നമ്മൾ 2:53 കൂടിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ ഞാനും ജോബിൻ ചേട്ടനും ആമൂസാണ് പോകുന്നത്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാൾ മാത്രമാണ് കേട്ടോ ഈ മൂന്നാർ ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾ ഒരുപാട് തവണ മൂന്നാർ മൂന്നാറിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഞങ്ങള് പെട്രോളൊക്കെ അടിച്ചത് 3:18 അടിച്ചത് ഞങ്ങള് പോവാണ്. അപ്പോൾ ഇനി നമ്മൾ ടോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ടോളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിയിലെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ഗായ്സ് നമ്മൾ മൂന്നാർ എത്താറായിട്ടുണ്ട്. സമയം 6:30 ആയിട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാർ എത്തി. ഈ പ്രാവശ്യം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നല്ല തിരക്കുണ്ടാവുന്ന റൂട്ടാണ്, പക്ഷെ എന്തോ ഈ വട്ടം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മൂന്നാർ എത്തി ഗൈസ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഏകദേശം ഒരു 3 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളൊരു 6:00 കൂടി നമ്മുടെ മൂന്നാർ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ 2 ദിവസം ഫുള്ളായിട്ട് മൂന്നാറിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മളിവിടെ ഗ്രാൻഡ് വാലി റിസോർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മൂന്നാറിലെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ. മൂന്നാർ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളൊന്നും പോകണില്ല കേട്ടോ. ഞങ്ങൾ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ ജസ്റ്റ് 2-3 സ്ഥലങ്ങളിൽ കയറാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്യാപ്പ് റോഡൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് കുറേ സ്ഥലങ്ങളൊന്നും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ രാവിലെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ എന്താ പറയുക, ഉച്ചയാവും തോറും നന്നായിട്ട് ചൂട് കൂടി വരുമായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ക്ലൈമറ്റൊന്നും മൂന്നാർ ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ആഴ്ചയിൽ നമ്മൾ പോയൊന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റയുടെ ലിങ്കും ഞാനിതിൽ ആഡ് ചെയ്യാം. ഇവിടെ നിർത്തിയിട്ട് കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു ഇവിടുന്ന് താഴേക്ക് നോക്കാനായിട്ട്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. And I keep you in my heart is where you are. I still think of you, I want you coming back. I remember when we were staring photo. Don't forget the way you look me in the eyes. And I keep you in my heart is where you are. I still think of you, I want you coming back. Call me when you want, baby, I can't take it on my heart.
മൂന്നാർ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാനുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ തേയിലത്തോട്ടം കാണാൻ അടിപൊളിയാണ്, ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ നമ്മൾ പോകുന്ന വഴിയിൽ കുറേ കുതിരകളുണ്ട് കേട്ടോ. ഇവരുടെ കുതിരപ്പുറത്ത് കയറിയിട്ട് നമുക്ക് ഫോട്ടോസ് അവരെടുത്ത് തരും. ക്യാമറ അവരുടെ കയ്യിൽ തന്നെയുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി 100 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഒന്നും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ മുമ്പ് വന്നപ്പോൾ എടുത്ത് കാരണം. പിന്നെ അത് കുതിരപ്പുറത്തൊന്നും കയറാൻ പോയില്ല. പിന്നെ അതുപോലെ തന്നെ കാണേണ്ട മറ്റൊരു അടിപൊളി സ്ഥലം എന്ന് പറയുന്നത് എലിഫൻറ്റ് സഫാരിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനയുടെ പുറത്ത് കയറാൻ പറ്റുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ചപ്പാത്തിയൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിനി ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ളത് ചപ്പാത്തി, ബീഫും അതുപോലെ സാമ്പാർ നമ്മൾ ഇവിടെ വന്നിട്ട് വാങ്ങിയതാട്ടോ. ഗൈസ്, നമ്മൾ എലിഫന്റ് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എലിഫൻറ്റ് പാർക്ക്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു, തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് കയറാം ആനപ്പുറത്ത് നിന്ന്. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അധികം. പക്ഷെ ഞാൻ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് മാത്രം ഇതുവരെ പോയിട്ടില്ല കേട്ടോ. വീഡിയോസിൽ മാത്രമാണ് ഞാൻ ഈ സ്ഥലം കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ മൂന്നാറിലെ ആദ്യത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കണ്ടെങ്കിലും ഇനി നമ്മൾ വന്നേക്കുന്നത് എലിഫൻറ്റ് സഫാരിയുടെ അവിടേക്കാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ കയറാൻ പറ്റുമെന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മളിതാ തിരക്കൊക്കെ അത്യാവശ്യം ഉണ്ട്, എന്നാലും നമുക്ക് ഉള്ളിലേക്ക് പോവാം. സഫാരിക്ക് പോയില്ല കാരണം ഉണ്ണീനെ അതിൽ കയറ്റാൻ പറ്റില്ല, ഉണ്ണിക്ക് പ്രായമാവാത്തതുകൊണ്ട്. അപ്പോൾ അത് കാരണം അവർ സമ്മതിക്കില്ല. പിന്നെ ഞാൻ തന്നെ കയറിയില്ല, എനിക്ക് പേടിയാ. അപ്പോൾ അത് കാരണം ഒറ്റയ്ക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളത് വേണ്ടാന്ന് വിചാരിച്ചു. ഇനി ഞങ്ങളത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് പോകുന്നത്. ഡാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പൊ തണുപ്പൊക്കെ കുറഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഒരു തണുപ്പുണ്ടെങ്കിലും രാവിലത്തെ അത്രയും തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല കേട്ടോ. ആനപ്പുറത്ത് കയറാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഒരാൾക്ക് 700 രൂപയാണ് കേട്ടോ. വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും മൂന്നാർ വരുന്നവർ മസ്റ്റായിട്ട് കയറാണത് നല്ലതായിരിക്കും, നല്ല രസമായിരിക്കും. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ആമിക്കുട്ടി ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ കയറാൻ പറ്റിയില്ല. നമ്മളങ്ങനെ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സ്ഥലമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം. നമ്മൾ ഈ ഡാമിലേക്ക് വന്നത് മെയിനായിട്ട് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഞാൻ മുമ്പ് വന്നിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആമോസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിങ്ങിനും കാര്യങ്ങൾക്കൊന്നും പോകണ്ടായിരുന്നില്ല. ഇവിടെ ഭയങ്കര ബ്ലോക്കും ഭയങ്കര തിരക്കുമായിരുന്നു. കുറേ നേരം കൊണ്ടാണ് നമ്മൾ തിരിച്ചു പോയത് കേട്ടോ. വന്നിട്ട് അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു എന്ന് പറയാം. അവിടെ കുറേ സമയം നമ്മൾ ബ്ലോക്കിൽ പെട്ടു എന്ന് പറയും. കാരണം വലിയ വലിയ വണ്ടികളൊക്കെ വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുപോലെ തന്നെ ബോട്ടിങ്ങിനാണെങ്കിലും ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഇവിടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ഷോപ്പുകൾ കാണാം അവിടേക്ക് പോകുന്ന വഴിയിൽ. അതുപോലെ തന്നെ 2 തരത്തിലുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, സ്പീഡ് ബോട്ടിന് നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ അത് കാരണം അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണില്ല. മറ്റേതിനാണെങ്കിലും ഉണ്ണീനെ കൊണ്ട് കയറാൻ പറ്റില്ല. നമ്മൾ അന്ന് കയറിയ പോലെ അല്ല, ഇത് കുറച്ച് വലിയ ഡാമല്ലേ, അന്ന് ഡാമൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഉണ്ണീനെ കൊണ്ട് കയറണ്ടെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇവിടെ വന്ന് എന്താ പറയുക എല്ലാം നോക്കി 2 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ റിസോർട്ടിലേക്ക് തന്നെ എത്തണം. അപ്പോൾ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോകാനാണ് വിചാരിക്കണേ. സോ അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്. നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് വൈബായിട്ടിരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേക രസമാണല്ലോ. സോ ഞങ്ങളും അതുപോലെ തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്താൽ കൊണ്ടുവന്ന നല്ല ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചാറുണ്ടായിരുന്നു, മീനച്ചാറാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് യാത്ര തുടരുകയാണ്. ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴി. ഗായ്സ്, നമ്മുടെ പറക്കാട്ട് റിസോർട്ടിൻ്റെ അതേ റൂട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഗ്രാൻഡ് വാലി റിസോർട്ടും. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഗ്രാൻഡ് വാലി റിസോർട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രാൻഡ് വാലി റിസോർട്ട് എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. ഞങ്ങൾ ഈ റിസോർട്ട് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് ജോബിൻ ചേട്ടൻ്റെ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്ന് അവരിവിടെ സ്റ്റേ ചെയ്തപ്പോൾ നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം നമ്മളും വിചാരിച്ചു നമുക്കും ഈ റിസോർട്ട് തന്നെ എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ ചെന്ന വഴി തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ തന്നിട്ട് പറഞ്ഞു വണ്ടി ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്ത്, നമ്മുടെ സ്പെഷ്യൽ ഹട്ടായതുകൊണ്ട് തന്നെ ചെക്ക് ഇൻ ടൈമിൽ തന്നെയാണ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 1:30 എത്തി, 2 മണിക്കാണ് ചെക്ക്
ചെക്കിൻ ടൈം. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി കാണുമ്പോഴത്തേക്കും നമ്മുടെ റൂം അവിടെ സെറ്റാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വണ്ടി നമ്മൾ പാർക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്നത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ കുത്തനെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. അങ്ങനത്തെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാൻ റിസോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. And each note that she sings kind of reminds me of her. A brand new bottle tucked away behind my seat. And if I get pulled over, I'll pretend it's not for me. There's a problem here, but it's not yours, it's his. And every day he'll wake up longing for your kiss. There's gotta be more to live for in a lonely town like this. The stores are closing and friends have lost their shirt. Although I know it's fucked up here, it probably could be worse. I count my blessings, I guess I'm lucky I've got the work. അങ്ങനെ നമ്മൾ നമ്മുടെ ഹട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹട്ട്. ഏറ്റവും ടോപ്പിലായിരുന്നു ഹട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വ്യൂ അടിപൊളിയാണ്, കാണാനും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ അടിപൊളിയാണ് വ്യൂവും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ചെറിയൊരു ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് തേയിലത്തോട്ടം കാണാൻ പറ്റും. ഈ തേയിലത്തോട്ടത്തിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ വണ്ടികൾ പോകുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. KSRTC കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേളിൽ കൂടെയാണ് പോകുന്നത്, അപ്പോൾ കാണാൻ പറ്റും. അതുപോലെ ഇതാണ് ടോയ്ലറ്റ്. നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു ടോയ്ലറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഈവനിങ് കുറച്ച് നേരം അവിടെ പോയി കിടന്നൊക്കെ ഉറങ്ങി. ഏകദേശം ഒരു 5 മണിയോട് കൂടി നമ്മൾ പാർക്കിലേക്ക് വന്നു. ഇവിടെ കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആമുനെയും കൊണ്ടാണ് പ്ലേ ഏരിയയിലേക്ക് വന്ന് കുറച്ച് നേരം ഇവിടെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂളിലിറങ്ങി. ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ആമൂസും ജോബിൻ ചേട്ടനും മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടായിരുന്നെങ്കിലും ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഈവനിങ് ആവുന്തോറും തണുപ്പ് കൂടി വരികയായിരുന്നു. ആമൂസിനെ ജസ്റ്റ് ഒന്ന് ഇറക്കി, അത്രയും നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ജോബിൻ ചേട്ടൻ കുറച്ച് നേരമൊക്കെ പൂളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോടു കൂടി നമ്മളിതാ എന്താ പറയുക ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഇനി അവിടെ പോയിട്ട് ഒരു അടിപൊളി സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ജോബിൻ ചേട്ടൻ കുറേ നേരമായിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചില്ല കേട്ടോ. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. Not for me. There's a problem here, but it's not yours, it's his. And every day he'll wake up longing for your kiss. There's gotta be more to live for in a lonely town like this. The stores are closing and friends have lost their shirt. Although I know it's fucked up here, it probably could be worse. I count my blessings, I guess I'm lucky I've got the work. And it seems like we're happy, at least I know we were. There's so many things to be angry about, and my phone won't ring unless I call you out. But the kids seem good and that'll do for now. അങ്ങനെ നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റാക്കി നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഡിന്നറിന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരോ ഫുഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, കുറേ ഉണ്ടായിരുന്നു.
അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് താഴെ ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതേ ഞങ്ങൾ ഡിന്നർ കഴിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു സർപ്രൈസ് ഇത്ര തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ എനിക്ക് വേറൊരു സർപ്രൈസും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഡിന്നർ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ നൈസായിട്ട് കഴിച്ച് ഞാൻ ഇങ്ങനെ ഡിന്നർ കഴിച്ചിട്ട് താഴത്തേക്ക് പോകാമെന്നുള്ള ഇതിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സർപ്രൈസും കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം കഴിച്ചിട്ട് നമുക്ക് താഴേക്ക് പോകാമെന്ന് പറയുമ്പോഴേക്ക് വേണ്ട പതുക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ആ സർപ്രൈസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. It's a shame I can't change. Maybe one day you come crawling back to me instead. We keep spinning in this game, no one's winning. If we just take a little more time, I could breathe and relieve the anxiety just knowing you'll always be mine. Maybe I believe in the language of love. It's written in the heavens. ഇതായിരുന്നു ഞാൻ പറഞ്ഞ നെക്സ്റ്റ് സർപ്രൈസ്. അപ്പം ഞങ്ങളുടെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിംഗ് ആണ്. ക്യാൻഡിൽ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കേക്ക് ഉണ്ടാവുന്നു. പിന്നെ ഞാൻ അവിടേക്ക് നോക്കിയിട്ട് കേക്ക് കണ്ടില്ല. പെട്ടെന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്തു. ആമിക്കുട്ടി ഞങ്ങളുടെ കൂടെയുള്ള ഫസ്റ്റത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സർപ്രൈസ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അടിപൊളി സർപ്രൈസ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് താഴത്തേക്ക് പോവുകയാണ്. താഴെ ഞാൻ പറഞ്ഞില്ലേ ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആൾക്കാർ ഫുഡ് കഴിക്കുന്നതനുസരിച്ച് ഫുഡ് കഴിച്ചിട്ട് വന്ന് താഴെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ അൽഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഡാൻസ് കളിക്കാനൊന്നും പോയില്ല. ഞങ്ങൾ കുറച്ച് നേരം ഡാൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ പിന്നെ ഏകദേശം കുറേ പേര് പോയി കഴിഞ്ഞപ്പോഴാണ് ചെന്നത്. ഞങ്ങൾ ആദ്യം ചെന്നില്ല. ആദ്യം കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആൾക്കാരുടെ എണ്ണമൊക്കെ കുറഞ്ഞ് എല്ലാവരും ഒരുവിധം ഡിന്നർ കഴിക്കാൻ റെഡി ആയിട്ട് വരികയായിരുന്നു. That way. It's been heavy and we're starting to break, but I hope you'll be okay. There's little difference in the words that we say, 'cause we all want the same thing. The sun still rises in her usual way to welcome the new day. നീ രണ്ടാൾക്ക് അടുത്ത സർപ്രൈസ് ആട്ടാ ഇനിയുണ്ട് കേട്ടാ. എങ്ങനെയുണ്ട്? ഞാൻ അവരോട് കോൾ ചെയ്ത് പറഞ്ഞായിരുന്നു അറേഞ്ച് ചെയ്യാൻ. It's a shame I can't change. Maybe one day you come crawling back to me instead. We keep spinning in this game, no one's winning. If we just take a little more time, I could breathe and relieve the anxiety just knowing you'll always be mine. Maybe I believe in the language of love. It's written in the heavens and the stars up above. It takes a little patience, but if you give enough, it'll work out right. It just takes a little time. അങ്ങനെ ഞങ്ങൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം മോർണിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഹട്ടിൽ നിന്നൊരു വ്യൂ ഉണ്ട് കേട്ടോ. ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയുടെ അപ്പുറത്ത് തന്നെ നമ്മുടെ റൂമിൽ തന്നെ നമ്മുടെ ബെഡിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു ഗ്ലാസ് വിൻഡോ ഉണ്ട്. വലിയതാണ് കേട്ടോ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഞാനത് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് വരെ എല്ലാം ഉണ്ടായിരുന്നു.
അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ലൈവായിട്ട് ഓംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ റിസോർട്ട് കറക്റ്റ് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ നമ്മുടെ പറക്കാട് റിസോർട്ടിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ ഗ്രാൻഡ് വാലി റിസോർട്ട് ഉള്ളത്. അടിപൊളി റിസോർട്ടാണ്. ഫുഡാണെങ്കിലും അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എല്ലാം ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇവരെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി പാക്കേജും ഇതിൽ ഇൻക്ലൂഡാണ്. ഹട്ടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് റിസോർട്ടിൽ പോയിട്ടെങ്കിലും എനിക്ക് ഈ റിസോർട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെമ്മറബിളാണ്. പിന്നെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ജോബിൻ ചേട്ടൻ റെഡിയാക്കിയപ്പോൾ തന്നെ അവരും കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഗ്രാൻഡ് വാലി റിസോർട്ട് മൂന്നാറിന്ന് സെർച്ച് ചെയ്താൽ തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക്. വേറെ എവിടേക്കും ഞങ്ങൾ അങ്ങനെ കറങ്ങാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്കും ഡ്യൂട്ടിക്ക് പോകണം, പിറ്റേ ദിവസം ജോബിൻ ചേട്ടനും പോകണതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ ചെയ്തു, പിന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇനി ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് തോന്നി. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ട്, നേരത്തെ പൊയ്ക്കോളൂ എന്ന്. അപ്പോൾ ഞങ്ങൾ വേറെ എവിടേക്കൊന്നും പോകാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ വിചാരിച്ചു എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ട് റെഡി ടു ഈറ്റിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ വാങ്ങിയ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് 5 മിനിറ്റ് എന്താ പറയുക ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ വെച്ച് ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ചാലും നോർമൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാലും നമുക്ക് ബിരിയാണി സെറ്റാക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എന്താ പറയുക, എനിക്ക് എന്തോ ടേസ്റ്റ് ഇഷ്ടമായില്ല. വീഡിയോസിൽ കാണുന്ന പോലെ സൂപ്പർ വാവെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സർപ്രൈസും വ്ളോഗും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കുറേ പേര് വിഷ് ചെയ്തു. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ മറക്കാനാവാത്തൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ജോബിൻ ചേട്ടൻ്റെ സർപ്രൈസ് ശരിക്കും സർപ്രൈസ് ആക്കിയെന്ന് പറയാം. അപ്പോൾ അത്രയുള്ളൂ. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരെ ടാറ്റാ.